പരിശുദ്ധാത്മാവായ ദൈവമേ, ത്രിത്വൈക ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ത്രിത്വൈക ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാല ഹല 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 ഹല. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശാല ബല 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 ബല. ഒന്നുകൂടി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് നമ്മിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ നമുക്ക് പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട്, ദൈവം നമ്മോട് കൂടെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വൈക ദൈവം നമ്മോട് കൂടെ എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഒന്നുകൂടി സ്നേഹത്തോടെ, വാത്സല്യത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവാത്മാവേ, പരിശുദ്ധാത്മാവേ, ശാന്തമാകുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. നമ്മുടെ ഉള്ളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു. അതാണ് രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം പടരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. യേശു പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഉള്ളിൻ്റെ ഉള്ളിൽ
കഥകടച്ച് ഈശോ നമ്മുടെ ഉള്ളിലുണ്ട്. പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ലയിക്കുന്നു. ദൈവാത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ആത്മാവും, അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, 3 വ്യക്തികൾ. കൃപ എന്നത് ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതാണ്. അത് ആ 3 ദൈവിക വ്യക്തികളും നമ്മളാകുന്ന ഒരു മനുഷ്യ വ്യക്തിയുടെ ആത്മാവിൽ ലയിക്കുന്നതാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ, ലയിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും നമ്മളിൽ ത്രിത്വം ലയിച്ചിരിക്കുന്നു. ഈശോ നമ്മുടെ ആത്മാവുമായിട്ട് ലയിച്ച് ഈശോയുടെ സ്നേഹവും ജ്ഞാനവും നമ്മിലേക്ക് പകരുന്നു. അത് പരിശുദ്ധാത്മാവിലൂടെയാണ് പകരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഗാഡ് ഹിംസെൽഫ് ഈസ് പേഴ്സൺ ഗിഫ്റ്റ് ആൻഡ് പേഴ്സൺ ലവ്. ദൈവം സ്നേഹമാകുന്നു, ദൈവം ഒരു വ്യക്തിയാകുന്നു, ആ വ്യക്തി ദൈവത്തിൻ്റെ ദാനമാകുന്നു.
നമ്മുടെ ആത്മാവിൽ ലയിക്കുന്നു, നമ്മുടെ ആത്മാവിൽ ലയിക്കുന്ന ദൈവാത്മാവ്. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഒന്ന് സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. എല്ലാവരും അതിരം തുറന്നൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്രിത്വൈക ദൈവം മുഴുവനും നമ്മുടെ ആത്മാവിൽ ലയിക്കട്ടെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിക്കട്ടെ. ത്രിത്വൈക ദൈവമേ, ത്രിത്വൈക ദൈവമേ, അങ്ങെൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാനറിയുന്നു. അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ ഈ ഭൂവിൽ സാധ്യമല്ല. ത്രിത്വൈക ദൈവമേ, അങ്ങെൻ്റെ ഹൃദയത്തിൽ എന്നെന്നും വാഴുന്നു എന്നു ഞാനറിയുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചുകൊണ്ട് ത്രിത്വത്തെ നമ്മുടെ ഉള്ളിൽ ലയിപ്പിക്കുന്നു. ആ ബോധ്യത്തോടെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടന്ന് കൃപ എന്നത് ദൈവീകത,
മുഴുവനും ദൈവിക ജീവൻ നമ്മുടെ മാനുഷികതയിൽ ലയിക്കുന്നതാണ്. അതായത് നമ്മുടെ ആത്മാവിൽ ത്രിത്വൈക ദൈവം ലയിക്കുന്നതാണ്. കൃപ എന്നത് ഒരു സാധനമല്ല, മറിച്ച് ത്രിത്വൈക ദൈവത്തിലെ 3 വ്യക്തികൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ആത്മാവിൽ ലയിക്കുന്നതാണ്. അതൊരു സാധനമല്ല, അത് 3 വ്യക്തികളാണ്. ആ 3 വ്യക്തികളാകുന്ന ത്രിത്വൈക ദൈവം സൃഷ്ടാവും സർവാധിപനും സകലത്തിൻ്റെയും നാഥനായ ദൈവം എല്ലാവരോടും പക്ഷപാതമില്ലാതെ ഓ പരിശുദ്ധാത്മാവേ ശാല ഹലബല 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 നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സമ്പൂർണത മുഴുവനും നമ്മുടെ ആത്മാവിലേക്ക് ചൊരിയപ്പെടാൻ വേണ്ടി നമുക്ക് ദാഹിക്കാം. ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇരുണ്ട രാത്രി. എന്നാൽ ആ ഇരുണ്ട രാത്രിയിൽ ദൈവം നമ്മുടെ ആത്മാവുമായിട്ട് ലയിച്ചുകൊണ്ട് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളമെത്തുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് ലയിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ലോകത്തിൻ്റെ അതിർത്തിയിലേക്ക് നയിക്കുന്നു. നമ്മുടെ ആത്മാവിലൂടെയുള്ള ആ ദൈവത്തിൻ്റെ ജീവൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ എഴുതൊന്നും വേണ്ട. പിന്നീട് ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വവുമായിട്ട് നമ്മുടെ ആത്മാവ് ലയിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആത്മാവ് ഇങ്ങനെ നിറഞ്ഞ് വലിയ ഒരു അനുഭവത്തിലേക്ക് ഇപ്പോൾ വരും.
നമ്മുടെ ആത്മാവിങ്ങനെ വികസിക്കുന്നൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവൻ നിറഞ്ഞ് ഓ ഒന്ന് സ്തുതിക്കാം, ഉച്ചത്തിൽ സ്തുതിക്കാം. നമ്മുടെ ആത്മാവിൽ ദൈവം വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ സ്തുതിക്കാം. ദൈവം നമ്മോടുകൂടെ, സ്വർഗം നമ്മോടുകൂടെ. നിറയണമേ, നിറയണമേ. ദൈവത്തിൻ്റെ സമ്പൂർണത കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് നിറയട്ടെ, 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 നിറയട്ടെ. ഹാലബല ഹാലബല ഹാലബല. നമ്മളൊന്നും ചോദിക്കേണ്ട, ദൈവം മുൻകൂട്ടി നമുക്ക് വേണ്ടി എല്ലാം തയ്യാറെടുത്ത് വെച്ചിട്ടുണ്ട്. പിതാവിൻ്റെ ഹിതം നിറവേറ്റുക. പിതാവിൻ്റെ ഹിതം നമ്മളിൽ നിറവേറ്റുന്നത് പിതാവിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിലും വ്യക്തിപരമായി തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ല. ഓ പരിശുദ്ധാത്മാവേ, എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങ് എനിക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നെന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങൾ അറിയുന്ന അങ്ങ് ദൈവഹിതമനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട്, ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് വരാം. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഭാഷാവരത്തിൽ സ്തുതിച്ച് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാലബല ഹലബല. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ശാലബല ബല 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 ബല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാല ബല 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 ബല. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ശാല ഹല 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 ഹല.
ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. പോയി 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 അങ്ങനെയല്ല 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 അങ്ങനെയല്ല. ആത്മാവേ പരിശുദ്ധ അങ്ങനെയല്ല കേട്ടോ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എല്ലാവരും എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. നമുക്കൊന്ന് എഴുന്നേറ്റ് പാടാം. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. നിറയട്ടെ ദാഹത്തോടെ ദാഹത്തോടെ ആത്മാവ് നിറയട്ടെ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ലബ 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 ലബ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വസിക്കുന്ന സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ.
എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ 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 എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ 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 എന്നിൽ വാഴും ആത്മാവേ അബോധ മനസ്സിൽ 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 പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ബോധ മനസ്സിൽ 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 പടരണമേ എന്നിൽ വാഴും ആത്മാവേ ഇന്ദ്രിയങ്ങളിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ഇന്ദ്രിയങ്ങളിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ഇന്ദ്രിയങ്ങളിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ചിന്തകളിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ചിന്തകളിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ഭാവനയിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ഭാവനയിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ഓർമ്മകളിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ ഓർമ്മകളിൽ പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ ജ്ഞാനം നൽകണമേ ജ്ഞാനം നൽകണമേ ജ്ഞാനം ഓ ജ്ഞാനം നൽകണമേ 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 വരദാനങ്ങൾ ചൊരിയണമേ വരദാനങ്ങൾ ചൊരിയണമേ വരദാനങ്ങൾ ചൊരിയണമേ വരദാനങ്ങൾ ചൊരിയണമേ ദാനഫലങ്ങൾ ചൊരിയണമേ ദാനഫലങ്ങൾ ചൊരിയണമേ ദാനഫലങ്ങൾ ചൊരിയണമേ ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പ്രാർത്ഥിക്കണമേ. അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ
ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമ്പൂർണത മുഴുവനും നമ്മിൽ ഒഴുക്കുന്നു. നമുക്കിരിക്കാം. സിസ്റ്റർ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പുസ്തകം എടുക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, ഈ ജ്ഞാനം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജ്ഞാനം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സിസ്റ്റർ വായിച്ചു തരും. നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ച്, ഓ ജ്ഞാനമേ എൻ്റെ ആത്മാവിൽ നിറയണമേ. ജ്ഞാനം 6-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനം ഒന്ന് വായിക്കാം. സകലത്തിന്റെയും കർത്താവ്, സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല, ആരെയും ഭയപ്പെടുന്നില്ല, വലിയവനെ മാനിക്കുന്നില്ല. അവിടുന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത്. അവിടുന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. സകലത്തിൻ്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല, വലിയവനെ മാനിക്കുന്നില്ല. അവിടുന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത്. ഓക്കെ, നമ്മൾ ചെറിയവരാണെങ്കിലും വലിയവരോടൊപ്പമാണ്. ദൈവം പക്ഷപാതം കാണിക്കുന്നില്ല. ജ്ഞാനം 6:14 പറയുന്നത്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവൻ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട്. പ്രഭാതത്തിൽ അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട്. അവളിൽ ശ്രദ്ധ ഉറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ച് ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. കരുണയോട് പ്രത്യക്ഷപ്പെടുന്നു. ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം. അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്യതയുടെ വാഗ്ദാനമാണ്. അമർത്യത മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു. ഇനി ഒന്ന് സ്തുതിച്ചേ, ഈ ജ്ഞാനം നമ്മളിൽ ഇങ്ങനെ നിറയാൻ വേണ്ടി സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ആത്മാവിൽ ജ്ഞാനം ഒഴുക്കണേ. ഞങ്ങളുടെ ആത്മാവിൽ ജ്ഞാനം ഒഴുക്കണമേ. ജ്ഞാനം നിറയ്ക്കണമേ, ജ്ഞാനം നിറയ്ക്കണമേ, ജ്ഞാനം നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനം നിറയ്ക്കണമേ, ജ്ഞാനം നിറയ്ക്കണമേ. ദുഃഖവിമുക്തരാക്കുന്ന ജ്ഞാനം. ജ്ഞാനം ദൈവത്തിൻ്റെ തന്നെ സമ്പത്താണ്.
ആ ജ്ഞാനം ഉപയോഗിച്ചിട്ടാണ് സകലത്തെയും ദൈവം സൃഷ്ടിച്ചത്. ആ ജ്ഞാനം നമ്മുടെ ആത്മാവിൽ ഇപ്പോൾ ധാരാളമായിട്ട് ഒഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും. അതാണ് ജ്ഞാനസ്നാനം, ജ്ഞാനം കൊണ്ടുള്ള സ്നാനം. ദൈവിക ജ്ഞാനം മുഴുവനും നമ്മുടെ ആത്മാവിൽ ലഭിക്കുന്നു. ജ്ഞാനമേ ആ ജ്ഞാനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ആ ജ്ഞാനം നമ്മൾക്ക് ലഭിച്ചാലേ ക്രിസ്തു നമ്മളിൽ പൂർണ്ണ അനുഭവത്തിലേക്ക് വരുള്ളൂ. അതാണ് പെട്ടെന്ന് യെശയ്യാ 7:11 1, 2 വചനം 2, 3 വചനമൊക്കെ പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇതെല്ലാം നമ്മളങ്ങ് നിറയുമ്പോൾ നമ്മുടെ ആത്മാവ് ഇങ്ങനെ വികസിക്കും. അപ്പം അങ്ങ് ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരുവിൻ, അവൻ എന്നിൽ നിന്ന് കുടിക്കുവിൻ. ഇതുവരെ പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടിരുന്നില്ല, കാരണം ക്രിസ്തു മഹത്വീകരിക്കപ്പെടുന്നില്ല അന്നത്തെ സിറ്റുവേഷൻ. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, മഹത്വത്തിൻ്റെ ആത്മാവ്. ജ്ഞാനം സോളമൻ പറയുകയാണ് 7:7. ജ്ഞാനം 7:7 പറയുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലും അധികം ഞാൻ അവളെ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി. അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുൻപിൽ ഒന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ആ ജ്ഞാനം ഞങ്ങളിലേക്ക് ഒഴുകണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം തരണമേ. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിനും സിംഹാസനത്തിലും വികസിക്കണമേ. എന്റെ അന്തരംഗങ്ങളിൽ ജ്ഞാനം നിറയണം. നിസ്സാരമെന്ന് ഞാൻ കണ്ടു. ചെങ്കോലിനെയും സിംഹാസനത്തെക്കാളും വെള്ളി കളിമണ്ണ് വിലമതിച്ച സ്വർണത്തെക്കാളും തങ്കത്തെക്കാളും വിലയുള്ള ആ ജ്ഞാനം ഞങ്ങൾക്ക് തരണേ കർത്താവേ. അത് മതി ഞങ്ങൾക്ക്. വായിച്ചോളൂ. ആരോഗ്യത്തെയും സൗന്ദര്യത്തെക്കാൾ ഞാൻ അവളെ സ്നേഹിച്ചു. പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്, എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. കാപട്യമെന്നെ ഞാൻ ഇത്രയും വെച്ചുകൊണ്ടൊന്നുകൊണ്ട് പ്രാർത്ഥിച്ച് അതൊന്നും കൂടി വായിച്ചത്. ആരോഗ്യത്തെയും സൗന്ദര്യത്തെക്കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവളോടൊത്ത് എല്ലാ നന്മകളും
എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആ ജ്ഞാനം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. ഒരിക്കലും ക്ഷയിക്കാത്ത ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ദൈവിക ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഞങ്ങളിൽ തുറക്കണമേ. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ദാഹത്തോടെ നമ്മുടെ ആത്മാവ് എന്തിനാണ് ഒന്നാം സ്ഥാനം? ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ധനത്തെക്കാളും സമ്പത്തിനേക്കാൾ എല്ലാം വലുത് ജ്ഞാനമാണെന്നുള്ള ബോധ്യത്തിൽ അവളെ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി. അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. കാപട്യമെന്നെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു. വൈമനസ്യമെന്നെ അത് പങ്കുവെച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വെക്കുന്നില്ല. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. എല്ലാവരും നേരിട്ട് പറഞ്ഞത് അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവൻ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. ഒന്നുകൂടി സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, അക്ഷയനിധി, അക്ഷയനിധി, ജ്ഞാനം അക്ഷയനിധിയാണ്. അതൊരിക്കലും ക്ഷയിക്കാത്ത അനന്തതയുള്ള നിധി. ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് നമ്മളെ കൊണ്ടുപോകുന്ന നിധിയാണത്. അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ഹല്ല ഹല്ല ഹല്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അക്ഷയനിധിയാണ്. ജ്ഞാനം ഞങ്ങളെ തുറക്കണമേ. ദൈവത്തിന്റെ സൗഹൃദം ഞങ്ങൾക്ക് നേടിത്തരുന്ന ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിന്റെ സൗഹൃദം നേടുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഞങ്ങളിൽ തുറക്കണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. ജ്ഞാനസ്നാനത്തിലൂടെ ഈ ജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. ആ ജ്ഞാനം നമ്മളിങ്ങനെ നിറയണം. നമ്മൾ ദാഹിക്കണ അനുസരിച്ചാണ്. വേണോ ഈ ജ്ഞാനം? വേണോ? ഈ ജ്ഞാനം കിട്ടിയാൽ മാത്രമേ ദൈവത്തെക്കുറിച്ചുള്ള അറിവും, ഈ ജ്ഞാനമാണ് ലോകം മുഴുവൻ നിറയേണ്ടത്. അതാണ് യെശയ്യാ 11:9 പറയുന്നത്. എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞത്, സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഒന്നുകൂടി എല്ലാവരും ദാഹത്തോടെ അതങ്ങ് സ്വപ്നം കാണും, അതൊന്നങ്ങ് മനസ്സിൽ കാണും. ഈ ഭൂമിയിലുള്ള എല്ലാവരും യേശുവിനെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഒന്നുകൂടി എല്ലാവരും. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഒന്നുകൂടി. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഏഴാം അധ്യായത്തിൽ 22 മുതലുള്ള വചനം വായിക്കാം. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും
വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നമ്മുടെ ഉത്കണ്ഠകൾ എന്തുകൊണ്ടാ? ഈ ജ്ഞാനം നിറയാത്തതുകൊണ്ടാ. കണ്ടിന്യൂ. ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സർവത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തൻ്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ്, ഈ ജ്ഞാനം ഞങ്ങളിൽ നിറയണേ. ഈ ജ്ഞാനം പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ ജ്ഞാനം ഞങ്ങളിൽ നൽകണേ. പരിശുദ്ധാത്മാവേ ഈ ജ്ഞാനം ഞങ്ങൾ നൽകണേ, ഞങ്ങളിൽ തുറക്കണേ. എല്ലാവരും ഒന്നും കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവഹിതമനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നവരാകാൻ, ദൈവഹിതമനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളിൽ പ്രാവർത്തികമാകാൻ ഈ ജ്ഞാനം ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. സൂക്ഷ്മവും ചലനാത്മകവും. ഒന്നുകൂടി സൂചിച്ചേ. ഇപ്പൊ ഒന്നുകൂടി ഒന്നുകൂടി 21 കാര്യങ്ങളാണ് ഈ ഒറ്റ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലിൽ പ്രത്യേകം പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ വളരെ ശ്രേഷ്ഠമായ ദാനമാണ് ജ്ഞാനം, ദൈവിക ജ്ഞാനം. അത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്, എങ്കിലും ആ പെട്ടി തുറന്നിട്ടില്ല. അതിനകത്ത് ദാനങ്ങൾ ഇപ്പോഴും അങ്ങനെ ഇരിക്കുകയാണ്. അതിൽ ഒരു വചനമാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്, 23-ാമത്തെ വചനം. ഒന്നുകൂടി എടുത്ത് വായിച്ച് നേറ്റ് പറഞ്ഞുകൊണ്ട്, അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. ആജ്ഞാനം ഞങ്ങളുടെ ആത്മാവിൽ നിറയും, തുറക്കണമേ. ഞങ്ങളുടെ ആത്മാവിൽ ഒഴുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വികസിപ്പിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ വികസിപ്പിക്കണമേ. ഞങ്ങളുടെ ആന്തരിക നയനങ്ങൾ കൂടുതലായി തുറക്കണമേ. ഞങ്ങളുടെ ആന്തരിക നയനങ്ങൾ തുറക്കണമേ. ഞങ്ങളുടെ കാതുകൾ, കണ്ണുകൾ, ആന്തരിക തുടർന്ന് വായിക്കാം. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ മഹത്വത്തിൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്.
മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ. പ്രൈസ് ദി ലോർഡ്. നിത്യ തേജസ്സിൻ്റെ പ്രതിഫലനമാണവൾ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം. ഹല്ല ഹല്ല ഹല്ല. എല്ലാവരും ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജ്ഞാനം നമ്മളിൽ നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ ജ്ഞാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. ദൈവത്തിന്റെ പ്രതിരൂപമായ ജ്ഞാനമേ, നിത്യ തേജസ്സേ തുറക്കണമേ. എന്റെ ആത്മാവിൽ നിറയണമേ. എന്റെ അന്തരംഗങ്ങളിൽ പ്രകാശം പരത്തണമേ. എന്റെ അന്തരംഗങ്ങളിൽ പ്രകാശം പരത്തണമേ. ദൈവശക്തിയുടെ ശ്വാസമേ, സർവശക്തന്റെ ശുദ്ധമായ നിസ്സരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം തുറക്കണമേ, ജ്ഞാനം തുറക്കണമേ, ജ്ഞാനം തുറക്കണമേ. ഏകയെങ്കിലും സകലതും, എല്ലാവരും ചേർന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട്, ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. കണ്ടോ, ദൈവമിത്രമാണോ നമ്മൾ? ആണോ അല്ലയോ? ഈ അധ്യായത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇത് പറഞ്ഞു. 7:14 നമ്മൾ കേട്ടു. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ, എല്ലാവരും ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. ഒന്നുകൂടി. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ. എന്താണ് അക്ഷയനിധി എന്ന് പറഞ്ഞാൽ? അക്ഷയനിധി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമിയിൽ കുറേ നിധികളുണ്ട്. സ്വർണമോ വെള്ളിയോ വീടോ പറമ്പോ ഇതൊക്കെ സ്വത്തായിരിക്കാം. പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റുമോ? നമ്മളെ മരണാനന്തരം നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ നിധിയാണ് അക്ഷയനിധി. ആ അക്ഷയനിധി നമ്മുടെ അക്ഷയമായ ആത്മാവിൽ മാത്രമേ നമുക്ക് ശേഖരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജ്ഞാനം ആകുന്ന അക്ഷയനിധി നമ്മുടെ ആത്മാവിൽ നിറയുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് വലിയ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്നേഹബന്ധമുണ്ടാകും. അപ്പോഴേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വാസ്തവത്തിൽ. അതുവരെ നമ്മുടെ ചിന്തകൾ മുഴുവനും വേറെ ഒരു തലത്തിലാണ്. ഈ അക്ഷയനിധിയെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിച്ച് നമുക്കത് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അക്ഷയനിധി എല്ലാവരും പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കറിയില്ല. അക്ഷയനിധി അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ഇനി 7:27 വരാം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. കണ്ടോ, പരിശുദ്ധാത്മാവ് ജ്ഞാനം ഏകയെങ്കിലും എന്ന് പറഞ്ഞ് വായിച്ചെല്ലാവരും